ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2025 ഹോളി വരുന്നത് മാർച്ച് 14 ഫ്രൈഡേ ആണ്. ആ ഹോളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പല ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോളി ആഘോഷിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് അവസാനം ചരിത്രത്തിൽ ആദ്യമായി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോളി ആഘോഷിക്കാനുള്ള നീക്കം നടത്തി അത് വിജയിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോളി ആഘോഷിക്കുമ്പോൾ ഈ ഹോളിയും റംസാനും ഒരു മാസത്തിലാണല്ലോ. അപ്പോൾ അവർക്ക് അന്ന് ഫ്രൈഡേ കൂടെയാണ്, അതായത് വെള്ളിയാഴ്ച കൂടെയാണ്. ജുമയ്ക്ക് പോകാനുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഹോളി ആഘോഷിക്കുന്നു. കാരണം ഈ ഹോളിക്ക് ഉത്തരേന്ത്യയിലെ ഏത് ആ, സംസ്ഥാനത്തിൽ പുറത്തിറങ്ങിയാലും ദേഹത്ത് ചായം പൂശും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പൊ അവരത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ട് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സർഫെക്സലിന്റെ പരസ്യത്തിലൊക്കെ ഉള്ളൂ ഈ ജുമയ്ക്ക് പോകാനായിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ ചായം പൂശിക്കോളൂ, സർഫെക്സൽ ഉണ്ടല്ലോ എനിക്ക് എന്ന് പറഞ്ഞൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇതൊക്കെ പരസ്യത്തിന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ പൂശാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല പൂശി ഇങ്ങോട്ട് അവന്മാര് പൂശും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായിട്ടുള്ള ഒരു നടപടിയായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 2 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി, ജുമയ്ക്ക് പോയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് യോഗി ആദിത്യനാഥ് പറയുന്നതിന് മുമ്പേ പല വകതിരിവുള്ള നല്ല മൗലവിമാരൊക്കെ ഉണ്ടല്ലോ ഉത്തർപ്രദേശിൽ. അവര് പറയുന്നുണ്ട് ഞങ്ങളന്ന് വീട്ടിൽ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം നിസ്കാരം തന്നെയാണ്, എവിടെ ഇരുന്നാലും അള്ളാഹു കേട്ടുകൊള്ളും എന്ന് അവരും അപ്പൊ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന ഈ മതമൗലികവാദികളുണ്ട്, അവരോട് യോഗി പറഞ്ഞിരിക്കുന്നത് 2 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ മതി. 2 മണി വരെ ഇവിടെ ഹോളി ആഘോഷമുണ്ട്, അതിനുശേഷം പുറത്തിറങ്ങിയാൽ മതി. അതിനുശേഷം 2 മണിക്ക് ശേഷം ഏവനെങ്കിലും നിങ്ങളുടെ ദേഹത്ത് ചായം പൂശുന്നുണ്ടെങ്കിൽ അവന്റെ പെട്ടി ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് യോഗി ആദിത്യനാഥ് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് യോഗി അവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എപ്പോഴും ഈ ഹൈന്ദവ ആഘോഷങ്ങൾ വരുമ്പം ഈ വിവാദങ്ങളും ഈ ഇടയായിട്ട് കൂടപ്പിറപ്പാണല്ലോ. രാമനവമി വരുമ്പോൾ അതിന് നേരെ കല്ലേറുണ്ടാവും. ഈ ദുർഗാഷ്ടമി വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഹോളി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതിന്റെ പേരിൽ ഒരു ഇതുണ്ടാകുന്നത്. കാരണം നമ്മുടെ ദേശീയ ഉത്സവമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ഉത്സവമാണ് ഹോളി എന്ന് പറയുന്നത്. തമിഴ്നാട്ടുകാർ ഇതുവരെ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോകുന്നു. അപ്പോ ഈ ഹോളി വന്ന ആ ഒരു സമയത്ത് ഇപ്പോ നമ്മളിപ്പോ കുറച്ച് വിവാദങ്ങൾ കേൾക്കണം. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഈ നമ്മുടെ രാജ്യത്ത് ഉം, ഈ മതമൗലികവാദികൾ, ഈ തീവ്രവാദി സംഘടനകളുടെ സഹായത്തിലാണ് ഈ മതതീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ കരുതും ഇവര് നമ്മളെ ഈ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതാണ്, ഇവർ നമ്മളോട് ചെയ്യുന്ന വലിയ ദ്രോഹമൊന്നും അല്ല. ഇവർ ഒരു വശത്തുകൂടി ഫിസിക്കലി നമ്മളെ അറ്റാക്ക് ചെയ്യുകയും നമ്മളെ കൊല്ലുകയും കൊള്ളിവെപ്പ് നടത്തുകയും ചെയ്യുകയും മറുവശത്ത് നമ്മുടെ ഉം, സംസ്കാരങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. സംസ്കാരം നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു സത്വം നശിക്കുമെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. കാരണം അവരെല്ലാം ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിഗ്രഹാരാധനകളെ എതിർക്കുന്നതുമാണ്. ഇത് ഞാൻ പറയുമ്പോൾ മുസ്ലിം സമുദായമാണെന്ന് മാത്രം കരുതണ്ട. മറ്റു ചില സമുദായങ്ങളും ഉം, വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഈ ഇവാഞ്ചലിസ്റ്റുകൾ ഇതേ ഉം, രീതിയിൽ, പക്ഷെ അതിനൊരു ശക്തമായ തിരിച്ചടി കിട്ടുമ്പോൾ ഇരവാദം അവരും മുഴക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഉം, മുൻപോട്ട് പോകുന്നത്. ഇനി ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയ്ക്ക് വളരെ പേരുകേട്ട ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2017 യോഗി അതെ. ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി മാഫിയകൾ മാത്രമായിരുന്നില്ല, വർഗീയത ഉണ്ടാക്കുന്ന വലിയ ഗ്രൂപ്പുകളും അദ്ദേഹത്തിന് തീരാ ഉം, തലവേദനയായിരുന്നു. അത് അദ്ദേഹം ശരിക്കും പഠിച്ചതിന് ശേഷം ഉം, അദ്ദേഹം ചില നടപടികളിലേക്ക് പോയി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഹിന്ദു ഘോഷയാത്രകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് സരസ്വതി പൂജ, ഒപ്പം തന്നെ ഈ ഉം, ഗണേശോത്സവം മുതലായവ നടക്കുമ്പോൾ ഇതിനെതിരെ കല്ലേറുകൾ ഉണ്ടാകുക. അത് ഈ ജുമാ മസ്ജിദുകൾ, ഈ പള്ളികൾ, ഈ മദ്രസകളും മസ്ജിദുകളും കേന്ദ്രീകരിച്ചിട്ടാണ് കല്ലേറുണ്ടാകുക. അതായത് ചില മുസ്ലിംസ് ഉം, ഏരിയകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ തടയി ആക്രമിക്കുക. ഞങ്ങളുടെ ഏരിയയിൽ കൂടെ കടന്നു പോകാൻ കഴിയില്ല. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, എല്ലാവർക്കും എല്ലാവരുടെയും യാത്രയിൽ കടന്നു പോകാൻ കഴിയും. അവിടെയാണ് ഇത് തടയി അത് വലിയ അതെ. അക്രമത്തിലേക്ക് തിരികുകയും ചെയ്തത്. അതിന് അദ്ദേഹം ഒതുക്കാൻ ചെയ്ത ഏറ്റവും എളുപ്പമുള്ള മാർഗം, അദ്ദേഹം അവിടുത്തെ എല്ലാ മതപണ്ഡിതന്മാരെയും, ഹിന്ദുക്കൾ എല്ലാ ക്ഷേത്രത്തിന്റെയും എല്ലാ മസ്ജിദുകളുടെയും കമ്മിറ്റിക്കാരെയും അതിന്റെ തലവന്മാരെയും വിളിച്ചു. എല്ലാവരോടും പറഞ്ഞു, ശരി, നിങ്ങളുടെ ആഘോഷം എന്നാണ് നടക്കുന്നത്, ഇന്ന ദിവസം. പരസ്പരം രണ്ടു കൂട്ടടുത്തും പറഞ്ഞു, നിങ്ങളുടെ ആഘോഷം ഡേറ്റ് ഉം, എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഘോഷ കമ്മിറ്റിക്കാര് അവരുടെ ആധാറും മറ്റുള്ള അനുബന്ധ രേഖകളും തരികയും ഉം, പോലീസിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങുകയും വേണം. ഒപ്പം ഈ ഉം, മസ്ജിദിന് മുമ്പിലൂടെയോ ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ മുമ്പിലൂടെയോ കടന്നു പോകുന്ന ഘോഷയാത്രകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, പോലീസ് അല്ല. നിങ്ങൾ സംരക്ഷണം കൊടുത്തില്ല, അക്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ അകത്തിടും, പൊതുമുതൽ നശിപ്പിച്ചതിന് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ ഈടാക്കും എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. യോഗി ഉം, ആദിത്യനാഥിനെ കണക്ക് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായി അതനുസരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഉം, ഉത്തർപ്രദേശിൽ അടക്കം കഴിഞ്ഞ കുറെ കാലമായിട്ട് വലിയ കല്ലേറില്ലാത്തതിന്റെ കാരണം അതാണ്. അതായത് ഇപ്പോൾ ഈ ഗണേശോത്സവത്തിന്റെ ഘോഷയാത്ര കടന്നു വരുമ്പോൾ മസ്ജിദിലെ ഉള്ള ഉം, ഭാരവാഹികൾ തന്നെയാണ് സുരക്ഷയുടെ ചുമതല ആ ഭാഗത്ത് നിർവഹിക്കേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഉം, റോഡിലേക്ക് ഇറങ്ങി നിൽക്കും. പഴയത് കണക്ക് അവരല്ല എറിയാൻ നിർദ്ദേശം കൊടുക്കുന്നത്.
അവർ റോഡിലേക്ക് എത്തും, അവരോടൊപ്പം പോലീസും ഉണ്ടാകും. കാരണം ഇതുവഴി കടന്നു പോകുമ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നത് ഇവരായിരിക്കും, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായിരിക്കും. അതുകൊണ്ട് അവർ ഡീസന്റ് ആയി, അതുകൊണ്ട് ഏറ് പലയിടത്തും നിന്നു. ഇതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ മുഹറ പോലെയുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആഘോഷങ്ങൾ അവിടെ പോകുമ്പോൾ ആ ആഘോഷങ്ങളിൽ നബിദിന റാലിയും മറ്റും കടന്നു പോകുമ്പോൾ ഹിന്ദുക്കൾ, ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലെ മറ്റും കമ്മിറ്റിക്കാർ റോഡിലിറങ്ങി നിൽക്കുന്നു. അവർ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നു. ഇല്ലെങ്കിൽ അവരും ഇതുപോലെ തന്നെ അകത്ത് പോകും. ആ നിലപാട് വന്നപ്പോഴാണ് അവിടെ കുറെ അധികം ഒതുങ്ങിയത്. അപ്പൊ അങ്ങനെ അനവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. മറ്റൊന്ന് കൊണ്ടുവന്നത് ഈ റോഡിലുള്ള നിസ്കാരമായിരുന്നു. കാരണം അനവധി മസ്ജിദുകൾ ഉണ്ടായാലും റോഡിലിരുന്ന് നിസ്കരിക്കുമെന്ന് ചിലർ നിർബന്ധം പിടിച്ചപ്പോൾ യോഗി ആദിത്യനാഥ് ആ പരിപാടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ആഗ്രയിലടക്കം അത് വലിയ ലാത്തിച്ചാർജിലൊക്കെ കലാശിക്കുകയും ചെയ്തു. കാരണം ഇവര് റോഡിലിറങ്ങി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ മറുഭാഗം ആരതി ഒഴിയാൻ തുടങ്ങി. ഈ സമയത്ത് റോഡിലിറങ്ങി അവർ ആരതി നടത്താൻ തുടങ്ങി. അവര് പറയുന്നത് ന്യായമുണ്ട്, കാരണം ഇവർക്ക് റോഡിൽ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് റോഡിൽ ആരതി നടത്താറ്. ഇവര് രണ്ടുകൊണ്ടും ആരതി നിസ്കാരം നടത്തിയ സാധാരണപ്പെട്ടവൻ ഏതുവഴി പോകും? ഒരു അത്യാവശ്യത്തിന് ആശുപത്രി പോകുന്നവൻ ഈ നിസ്കാരവും ആരതിയും കഴിഞ്ഞിട്ട് അവൻ എപ്പോഴാണ് ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ എത്താൻ കഴിയുക? ഒരു ഗർഭിണിക്ക് എത്താൻ കഴിയും, ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയും. അപ്പൊ ഇതാണ് തെമ്മാടിത്തരം ഹിന്ദുമായാലും ക്രിസ്ത്യനായാലും നടത്താൻ അനുവദിക്കില്ല എന്ന് യോഗി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അതല്ല ഹിന്ദുക്കൾ ആരതി നടത്തിക്കോ, മുസ്ലിങ്ങൾ നിസ്കാരം നടത്തണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞു. ആര് നടത്തിയാലും ആടി ഞാൻ വരച്ചിട്ട് കീറുമെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടു കൂട്ടരും ഒതുങ്ങി. ഇപ്പൊ നിസ്കാരം തീർന്നു. ഒരു നിസ്കാരം ഇപ്പോഴില്ല, ആരതിയും ഇല്ല, രണ്ടും തീർന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോളി ആഘോഷം. ഹോളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ രാജ്യം മുഴുവൻ ആഘോഷത്തിന്റെ ഇത് വർഷത്തിൽ ഒന്നാണ് ഈ ഹോളി എന്ന് പറയുന്നത്. അപ്പം ഈ ആ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് ഈ അടുത്ത കാലത്തുണ്ടായ സംഘർഷം കേട്ടോ. ഈ അടുത്ത കാലത്താണ് ഈ ഹോളിയോടനുബന്ധിച്ചുള്ള സംഘർഷം വരുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയില്ല. കാരണം ഈ റംദാനും ഹോളിയും അങ്ങനെ എല്ലാ വർഷവും ഒന്നും അടുത്തടുത്ത് വരില്ല. ഒരു ദിവസം തന്നെ വരാറില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് വരും. കാരണം ഈ ഹോളിയുടെ ആഘോഷത്തിന്റെ ദിവസം തന്നെ ഈ നിസ്കരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടമായിരിക്കും വരുന്നത്. അവിടെ അവർ പോകുമ്പോൾ അവർ കടന്നു വരുന്ന വഴികളിൽ എവിടെയെങ്കിലും ഹോളി ആഘോഷം ഉണ്ടെങ്കിൽ കളർ വെള്ളം തെറിക്കാനുള്ള സാധ്യത, ഇതാണ് പലപ്പോഴും സംഘർഷത്തിന് കാരണമാകുന്നത്. കളർ വെള്ളം തെറിച്ചു കഴിയുമ്പോൾ ഇതിനെ ചൊല്ലിയുള്ള സംഘർഷം വലിയ കലാപമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഒരു ടൈം തരാം, അവർക്ക് ഒരു ടൈം കൊടുക്കാം. അതെ, കാരണം വർഷത്തിൽ ഒന്നാണ് ഹോളി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചകളും നിസ്കാരം ഉള്ളതാണ്. നിസ്കരിക്കാനായിട്ട് മസ്ജിദ് തന്നെ വേണമെന്ന് നിർബന്ധവും നിങ്ങളുടെ ഇതിൽ അനുശാസിക്കുന്നത്. എവിടെ വേണം നിസ്കരിക്കാം. അതുകൊണ്ടാണല്ലോ അവർ റോഡിലും പള്ളിയിലും പാർക്കിലും ട്രെയിനിനുള്ളിലും നിസ്കരിക്കുന്നത്. അതിന് പ്രത്യേകം ഒരു ഇടം ആവശ്യമില്ല. പ്രാർത്ഥനയ്ക്കും ഇടം ആവശ്യമില്ല. പക്ഷെ ഹോളി കളിക്കുന്നതിന് ഇടങ്ങൾ ആവശ്യമുണ്ടല്ലോ. കാരണം വീട്ടിൽ തന്നെ സ്വയം ഇരുന്നുകൊണ്ട് കളർ കോരി ദേഹത്ത് ഒഴിക്കാൻ പറ്റില്ല. ഒരു തെരുവിലേക്ക് ഇറങ്ങി എല്ലാവരും കൂടെ ചേർന്ന് മാത്രമേ ഹോളി ആഘോഷിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു നിർദ്ദേശം കൊണ്ടുവന്നത്. ആദ്യം ആ നിർദ്ദേശം പറഞ്ഞിരുന്നത് പോലീസിന്റെ ഹെഡായിരുന്നു പറഞ്ഞിരുന്നത്. പോലീസ് ചീഫാണ് യുപിയുടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില ചാനലുകളടക്കം വലിയ ചർച്ചകളും കാര്യങ്ങളും വെച്ചു. ഇന്നലെ ശ്രീ യോഗി ആദിത്യനാഥ് നിയമസഭയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. 2 മണി വരെ ഇത് കണക്കുള്ള നിസ്കാരം വേണ്ട. നിസ്കരിക്കാൻ പോകണം എന്നുള്ളവർക്ക് പോകാം, നിർബന്ധമൊന്നും അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെള്ളം മറ്റും ഈ കളർ വെള്ളങ്ങളും മറ്റും ഒക്കെ ദേഹത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതിനെ ചൊല്ലി സംഘർഷം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ അതിന് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നിസ്കരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ 2 മണിക്ക് ശേഷം നിങ്ങൾക്കാണ് ഉള്ള ടൈമാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആ സമയത്ത് ഈ ഹോളി കളിക്കുന്നവന്മാര് ഇത് കണക്കുള്ള വിളച്ചിൽ കാണിച്ച് അവന്മാരെ വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇത് അവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കും അറിയാം, മുസ്ലിം സംഘടനകൾക്കും അറിയാം. ഈ ഉത്തർപ്രദേശിന് പുറത്തുള്ള കുറെ ആളുകൾ അവരുടെ ലക്ഷ്യം കുത്തിത്തിരിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത വലിയ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലും മറ്റും വരുന്നു ചില കുത്തിത്തിരിപ്പുകൾ നടന്നു. അല്ല, ഉത്തർപ്രദേശിലുള്ള മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് നാഷണൽ മീഡിയാസ് ഒന്നും വലിയ ചർച്ചയാക്കി എടുത്തിട്ടുമില്ല. കാരണം ഇത് ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സംഘർഷം, കലാപം. ഇത് ഇപ്പോൾ വളരെയധികം കുറയുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ ആസാമിലായാലും ഉത്തർപ്രദേശിലായാലും ഈ ഗുജറാത്തിലായാലും ഈ സംഘർഷങ്ങൾ കുറയുന്നതിന്റെ കാരണം എന്താണ്? ഒരു മുഖ്യമന്ത്രി സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിച്ചാൽ മാത്രം പോരാ, അതിന് ഈ സമുദായ സംഘടനകൾ പിന്തുണ കൂടി വേണം. അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇന്നിപ്പോൾ പിന്നെ ഈ ഒരു രീതിയിലേക്ക് യോഗി ആദിത്യനാഥ് ഉത്സവ സീസൺ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും ഇപ്പൊ വലിയ സംഘർഷങ്ങൾ ഉത്തർപ്രദേശിലില്ല. ഗണേശോത്സവമായാലും മറ്റുള്ളതായാലും ഒക്കെ ഇപ്പോൾ അനുസൂചിതം നടത്തും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ റൂട്ടുകൾ വഴി മാത്രമായിരുന്നു കൻവാർ യാത്ര ഉൾപ്പെടെയുള്ളത് നടത്താൻ അനുവാദം. ഇപ്പൊ അങ്ങനെയല്ല, ഏത് റൂട്ടുകളോട് വേണം ആർക്കും പോകാം. പക്ഷെ ആർക്കും പോകുമ്പോൾ ആ പ്രദേശത്തുള്ള ഇവർക്കായിരിക്കും എന്റെ ഉത്തരവാദിത്വം എന്തെങ്കിലും സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കൻവാർ യാത്രയുണ്ട്. ഗംഗാ നദിയിൽ നിന്ന് ജലം കൊണ്ടുവന്ന് നടന്നു പോകുന്ന കൻവാർ യാത്രയുണ്ട്. ഈ കൻവാർ യാത്ര ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ കൻവാർ യാത്രയിൽ എങ്ങനെയാണ് സംഘർഷം ഉണ്ടാകുന്നത്? വഴിയരികിൽ തുറന്നു വെക്കുന്ന അഹിന്ദുക്കളായവരുടെ കടകൾ. ഈ കടകളില് അവർ ഈ മാംസത്തിന്റെ പീസുകളും മറ്റുമൊക്കെ ഇവർ
നൽകുമ്പോഴത്തേനും ഇറച്ചിയും ഒക്കെ അംശങ്ങൾ വരിക. ഇതാണ് സംഘർഷത്തിന്റെ കാരണം. അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞത്, ഈ കടകളിലെല്ലാം കടകളുടെ പുറത്ത് കടക്കാരന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും പ്രദർശിപ്പിക്കണമെന്ന്. അതിനെതിരെ പോലും കേരളത്തിൽ ചർച്ച നടത്തി. ഇത് കേരളത്തിൽ പോലും ഈ നിയമമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയമം അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ പോലും ഒരു കട നടത്തുകയാണെങ്കിൽ കടയ്ക്ക് ബോർഡ് വെക്കണം, അതിൽ പേരെഴുതണം, നമ്പർ എഴുതണം, സ്ഥലം എഴുതണം, എല്ലാം എഴുതണം. ഇവിടെ ആരും അത് പാലിക്കുന്നില്ല. ഇതേ മെത്തേഡ് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഏതാ, നിങ്ങൾ ഇത് എഴുതി പുറത്തു, കാരണം കൺവാർ യാത്രയാണ്. ഇപ്പൊ ഞാനൊരു വെജിറ്റേറിയൻ ആയിട്ട് ആളാണ്, ഞാനൊരു വ്രതം പിടിക്കുന്ന ആളാണ്. ഞാൻ വ്രതം പിടിക്കുന്ന ഒരാള് ഇപ്പോൾ സരസ്വതി എന്ന് പറയുന്ന ഒരു കട വെജിറ്റേറിയൻ കടയാണെന്ന് കരുതി ഞാൻ അതിൽ കയറുന്നു. എനിക്കറിയില്ല അത് നടത്തുന്നത് ഒരു ഏത് മതത്തിൽപ്പെട്ടാണെന്ന്. അയാൾ എന്റെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നതെങ്കിൽ സ്വാഭാവികമായി ഞാനത് ചോദ്യം ചെയ്യും. അത് സംഘർഷത്തിലേക്ക് പോകും. ഇത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ പണി. അതായത് ഇവന്റെ ആചാരം നശിപ്പിക്കാൻ ഏറ്റവും നല്ല പണി ഇച്ചിരി തുപ്പിക്കൊടുക്കാം, അതല്ലെങ്കിൽ കുറെ നോൺ ഇട്ട് കൊടുക്കാം എന്ന് കരുതുന്നിടത്താണ് ഈ സംഘർഷം വരുന്നത്. നേരെ മറിച്ച് അവന്റെ കടയുടെ മുമ്പിൽ ഇന്ന കടയാണ് എന്ന് പ്രദർശിപ്പിച്ച്, ഇന്ന ആളുടെ കടയാണെന്ന് പ്രദർശിപ്പിച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറിയാൽ മതിയല്ലോ. കേരളത്തിലടക്കം എത്രയോ ഹോട്ടലുകള് ഹൈന്ദവ പേരിൽ മറ്റു മതസ്ഥർ നടത്തുന്നുണ്ട് അല്ലെ? അത് നമ്മുടെ മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോലും, കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോലും അത്ര ഹോട്ടലുകളുണ്ട്. അപ്പം ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കയറ്റുമ്പോഴാണ് ഈ സംഘർഷമുണ്ട്. അപ്പൊ ആ പേര് വിവരണം പ്രദർശിപ്പിക്കണം എന്ന് യോഗി പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് കേരളത്തിലാണ്. അത് ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? സംഘർഷമില്ല. പ്രയാഗ്രാജില് കഴിഞ്ഞ കുംഭമേള വരെ അവിടെ ഈ സംഘർഷങ്ങളുടെ ഒരു പ്രധാന കാരണം ഇത്തരം കച്ചവട സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉന്തും തള്ളും ചെറിയ തർക്കങ്ങളുമാണ്. ഇത്തവണ എന്ത് സംഭവിച്ചു? അഹിന്ദുക്കളായുള്ളവർക്ക് ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നവും കടകളെ ചൊല്ലി ഉണ്ടായില്ല, ഒരു കടയും ആക്രമിക്കപ്പെട്ടില്ല, ഒരു കടയിൽ നിന്നും കലാപം ഉണ്ടായിട്ടില്ല. ഇതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ നടപടികൾ എടുത്ത് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ കഴിയൂ. അല്ലാതെ ഇപ്പൊ ഹിന്ദുവിന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ മസിൽ പവറിന് വേണ്ടി ഒരു ഭരണകൂടം വളഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങളിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായി ഒരു മതത്തിനെ പ്രീണിപ്പിക്കുന്നതാണ് പ്രശ്നം. എല്ലാ മതങ്ങളെയും നിലക്ക് നിർത്താനും പറ്റിയ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. യോഗി ആദിത്യനാഥ് ഏതെങ്കിലും ഒരു മതത്തോടല്ല പറയുന്നത്, എല്ലാ മതക്കാരെയും വിളിച്ചിട്ട് ഈ വാണിംഗ് തന്നെ ചെയ്യാറുണ്ട് അദ്ദേഹം. നിങ്ങൾ ചെയ്തോ പൊക്കോ, മര്യാദയ്ക്കായിരിക്കണം. 2 മണി എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയമില്ല. 2 മണിക്ക് ശേഷം ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്റെ സ്വഭാവം മാറ്റുമെന്നുള്ള കാര്യം അവർക്കും അറിയാം, മറ്റവർക്കും അറിയാം. അതല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ ഈ ഹിന്ദുവിന്റെ ഗണേശോത്സവത്തിന് മാത്രമല്ല, ഈ വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അനവധി ഘോഷയാത്രകളുണ്ട്. ഷിയ വിഭാഗത്തിലേക്ക് വലിയ ഘോഷയാത്രകൾ തന്നെയുണ്ട്. അത്തരം ഘോഷയാത്രകൾക്കും എല്ലാ സുരക്ഷയും നൽകുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരാണ്. അവിടെ ഇനി കലാപം ഉണ്ടാകാത്തതിന് കാരണം എന്താണ്? അവിടെ ഇതേപോലെ തിരിച്ചാണ് ഹിന്ദുക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ ക്ഷേത്രത്തിനടുത്ത് വരുമ്പോൾ നിങ്ങളാണ് സംരക്ഷണം കൊടുക്കേണ്ടത്, അല്ലാതെ ഇവിടെ തടയാനോ കല്ലെറിയാനോ എന്തെങ്കിലും ഈശാഘോഷം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അവിടെ ഉള്ളവർക്ക് ഇത് പ്രശ്നമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൗതുകകരമായ കാര്യം. അത് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ചിലര് അവിടുത്തെ ചില ചെറിയ കാര്യങ്ങൾ വലിയ ചർച്ചയാക്കിക്കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഈ നോക്കുന്നത്. കേരളത്തിൽ ഇനി പ്രത്യേകിച്ച് കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം മാക്സിമം ഉണ്ടായി കഴിഞ്ഞു. മൊത്തം കുത്തിത്തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി കുത്തിത്തിരിപ്പിന് ഗ്യാപ്പില്ല. ഇവിടെ മൊത്തത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണിത്. ഇനി പ്രത്യേകിച്ച് എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ എന്തായാലും 14-ാം തീയതിക്ക് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല, 3-4 ദിവസം കൂടെ ഉള്ളൂ. ഭംഗിയായിട്ട് തന്നെ ഹോളി ആഘോഷത്തോടെ നടക്കും. ഒരു കലാപം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ചില സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവർ പറഞ്ഞു ഇവിടെ ഒന്നും യാതൊരു പ്രശ്നമില്ല, കാമാൻ ക്വയറ്റായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം ഇതിനകത്ത്? ഈ ഹോളി വന്നാലും ഈ ദീപാവലി വന്നാലും ഗണേശോത്സവം വന്നാലും അവിടുത്തെ വിപണിയാണ് ഉയരുന്നത്. കച്ചവടക്കാരേറെയും മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ പണം വരുന്നത് കച്ചവടം നടക്കുന്ന ഈ സീസണാണ്. അവര് അതുകൊണ്ട് അവരുടെ കച്ചവടം കളയാൻ നിൽക്കുവോ, അതല്ലാതെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനും ഇല്ല മൗദൂദികളും പറയുന്ന അനുസരിച്ച് കല്ലെറിയാൻ പോകുമോ? അവിടെയും ഉണ്ട് കുത്തിത്തിരിപ്പിന്റെ ഒരു ഭാഗം ഉണ്ട്. എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും ഈ സംഘടനയുടെ ആൾക്കാരുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, മറ്റു പലരുമുണ്ട്. അവര് കുത്തിത്തിരിപ്പിച്ചിട്ടാണ് കുറെ ഭാഗത്തെങ്കിലും കല്ലേറും കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം അവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അവരാണ് വ്യാപാര സമൂഹത്തിൽ കൂടുതലുള്ളത് ഉത്തർപ്രദേശിലടക്കം. അവരെ സംബന്ധിച്ച് ഒരു കൊയ്ത്ത് കാലമാണ്. ഹിന്ദുക്കളുടെ ഉത്സവം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ കൊയ്ത്ത് കാലം തന്നെയാണ്. വിപണി ഉണരുകയാണ് ആ സമയത്ത്. അതായത് സിന്ദൂരമായാലും പൊട്ടായാലും എന്ത് സാധനമായാലും. മുസ്ലിങ്ങൾക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും തന്നെ കച്ചവടത്തിന്. ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം കുറഞ്ഞത് ഒരു ഉത്സവം വെച്ചെങ്കിൽ ഒരു ദിവസമുണ്ട്. ഒരു സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പലത്തിനടുത്ത് ഉത്സവം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് പല രീതിയിൽ തന്നെ ഉണ്ട്. അത് ഇറച്ചി കച്ചവടത്തിൽ കൂടി പോലും വലിയ ലാഭങ്ങൾ ഉണ്ടാകുന്ന ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾക്കാണ്. കാരണം മാംസാദികൾ ഉപയോഗിക്കുന്ന ആഘോഷങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവർക്ക് അതിൽ നിന്ന് ലാഭം മാത്രമേ സമാധാനപരമായി നടന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം അവിടങ്ങളുള്ള മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാര്. അവരുടെ കച്ചവട സ്ഥാപനങ്ങളാണ് കൂടുതലുള്ളത്.
ആ കച്ചവടം കൂടുന്ന സമയം ഉത്സവ സീസൺ തന്നെയാണ്. ഈ ഉത്സവ സീസണുകളിൽ മുഴുവൻ കല്ലെറിഞ്ഞും തുപ്പി ഓടിക്കാനും പോയി കഴിഞ്ഞാൽ ഇവര് പട്ടിണിയാകുകയുള്ളൂ. കാരണം ഈ ഉത്സവ സീസണിലുള്ള കച്ചവടം നടക്കത്തില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഉം. അപ്പം അത് അവിടുത്തെ ഉള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവിടെയും ഇതുപോലെ കുറെ കുത്തിത്തിരിപ്പുകാരുണ്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, സംഘർഷം ഉണ്ടാക്കണമെന്ന് ഉം. ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ട എന്ന് ഒരു ഭരണാധികാരി നിലപാടെടുക്കുകയും ആ നിലപാടിനൊപ്പം ആ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനം കൂടി കൂടി നിൽക്കുമ്പോഴാണ് ആ യോഗിക്ക് ഉം. കൈയടിക്കാതിരിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ പറയാൻ ചങ്കൂറ്റം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ? നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് യോഗിക്കേ പറ്റൂ. ഇനി അയാളെ തീവ്രവാദി എന്ന് വിളിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല. ശബരിമലയിലാണെങ്കിൽ കാരണം പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒന്നും നമുക്ക് പറ്റുന്നൊരവസ്ഥയല്ല. ഇവൻ ഇത് കണ്ടിട്ട് ഇദ്ദേഹം വലിയ പുണ്യാളനാണ്. ഒരു കാര്യം നോക്കണം, 2017 ശേഷം 2024 വരെ UP-യുടെ ക്രൈം റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അതിന് മുൻപുള്ള ക്രൈം റെക്കോർഡിന്റെ പകുതി പോലും ഇല്ല. വല്ലാത്ത രീതിയിൽ ക്രൈം കുറഞ്ഞിട്ടുണ്ട്. ഗുണ്ടാ മാഫിയ സംഘർഷങ്ങളില്ല. വർഗീയ കലാപങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഹോളി ആഘോഷിക്കാൻ അനുമതി നൽകി. എന്തുകൊണ്ടാണ്? അവിടെ മറ്റൊരു മതസ്ഥർക്ക് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാം, ഹിന്ദുവിന്റെ ഹോളി ആഘോഷത്തിന് അനുമതി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പണി പാളുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അനുമതി കൊടുക്കാൻ അവർ തയ്യാറായി. ഇന്ത്യയിൽ ചില മാമൂലുകളുണ്ട്, അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഈ രാജ്യം. ഇത് മതേതരത്വം എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും ട്രാഫിക് ഉണ്ടാകണം. അല്ലാതെ ഒരിടത്ത് ട്രാഫിക് ബ്ലോക്കും വൺ വേ ഒരിടത്തേക്ക് ട്രാഫിക് മാത്രം ട്രാഫിക്കും പോകുമ്പോഴാണ്, വൺ വേ ട്രാഫിക് വരുമ്പോഴാണ് ഈ മതേതരത്വം പൊളിയുന്നത്. എല്ലായിടത്തേക്കും ട്രാഫിക് പോട്ടെ, അപ്പം എല്ലായിടത്തും വളരെ സന്തോഷകരമായി മുൻപോട്ട് നമുക്ക് പോകാൻ കഴിയും. അതിനുള്ളൊരു ധീരമായ ചുവടുവയ്പ് തന്നെയാണിത്. യോഗിയെ പോലെ, ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ, മോഹൻ യാദവിനെ പോലെയുള്ള നല്ല എന്താ പറയുക, നല്ല ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിമാർ ഇനിയും രാജ്യത്ത് ഉയർന്നു വരണം. ഇതുപോലുള്ള ശക്തമായ നടപടി, അതെന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയനും ശക്തമായ നടപടി, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ആരായാലും എടുക്കണമെന്ന്. അതല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം മതേതരത്വം പറഞ്ഞ് മാറ്റി നിർത്തുകയും മറ്റൊരു വിഭാഗത്തെ മതേതരത്വം പറഞ്ഞ് അഴിഞ്ഞാടാൻ വിടുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ശക്തമായ നടപടി എല്ലായിടത്തും എടുക്കണം. അതിന് ജനം കൂടെ നിൽക്കുക തന്നെ ചെയ്യും. അതാണത് വേണ്ടത്. അല്ലാതെ ഹിന്ദു ഇല്ല ക്രിസ്ത്യൻ ഇല്ല മുസ്ലിമിനെ അല്ല. സമാധാനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ക്രമസമാധാനം നില ഭംഗിയായാൽ ഒരു രാജ്യമായാലും സംസ്ഥാനമായാലും ഒരു നാടായാലും നമ്പർ 1 ആകും. അത് തകർന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു വിജയേട്ടാ. താങ്ക് യു സോ മച്ച്.